സിന്ധു നദീജല കരാറിൽ പുനർചിന്തനം ആവശ്യപ്പെട്ട് ഭാരതത്തിന് പാകിസ്ഥാന്റെ കത്ത്. പാക് ജലവിഭവ സെക്രട്ടറി സെയ്ദ് അലി മിർസ കേന്ദ്ര ജലവിഭവ സെക്രട്ടറി ദേബശ്രീ മുഖർജിക്കാണ് കത്തയച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിലായിരുന്നു പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഭാരതം നിർത്തിവെച്ചത്. വിവരങ്ങൾ നൽകാൻ ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിവരങ്ങൾ. എനിക്ക് ഇത് സംബന്ധിച്ചൊരു കത്ത്, അതായത് ഭാരതത്തിൻ്റെ ജലവിഭവ വകുപ്പ് സെക്രട്ടറിക്ക്, അതുപോലെ തന്നെ ജലനിധി വകുപ്പ് സെക്രട്ടറിക്ക് പാകിസ്ഥാൻ്റെ വിഭവ വകുപ്പ് സെക്രട്ടറിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഈ വെള്ളം നിർത്തിവെച്ചത് ഒരു ആഘാതമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം പുനഃപരിശോധിക്കണം, ആ കാര്യത്തിൽ ഒരു പുനഃപരിശോധന അനിവാര്യമെന്നൊരാവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കത്തിലെ പരാമർശങ്ങൾ പലതും അത്രയും സ്വീകാര്യമല്ല എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിലും സ്വീകാര്യമായ ഒരു പരാമർശമല്ല പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഈ കത്തിൽ പോലും ഉണ്ടാകുന്നത് എങ്കിൽ കൂടി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരായ ഭാരതത്തിൻ്റെ നേതാക്കളെല്ലാം തന്നെ നൽകിയ മറുപടിയിൽ ഈ കാര്യം, ഇതിനുള്ള മറുപടി നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഇതിനുമായി ഈ പ്രശ്നവുമായി ഉള്ള നീക്കങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പ്രധാനമന്ത്രി രാജ്യത്തോട് നടന്ന അഭിസംബോധനയിലും അതുപോലെ തന്നെ സൈനികരോട് സംസാരിക്കുമ്പോഴും അവസാനം നടന്ന പൊതുപരിപാടികൾ അല്ലെങ്കിൽ രാജ്യം കേട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൃത്യമായി അദ്ദേഹം അത് പറയുന്നുണ്ട്. അത് മൂന്നിടങ്ങളിൽ അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തു. അത്തരത്തിൽ ആവർത്തിച്ചുകൊണ്ടിരുന്ന ആ നിലപാട്, കൃത്യമായ നിലപാട്, ഭാരതം മുന്നോട്ട് വെച്ചൊരു നിലപാട്, ആ നിലപാട് തന്നെയാണ് ഈ ആവശ്യത്തിൻ്റെ ഉത്തരമായി നിലനിൽക്കുന്നത്. തീർച്ചയായും ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഒരു ഇടപെടലിനെ ഒരു തരത്തിലും മറുപടി പറയേണ്ട ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കോ അതുപോലെ തന്നെ ഉന്നതരായ ക്യാബിനറ്റ് അംഗങ്ങൾക്കോ ഇല്ല എങ്കിൽ കൂടി ഇക്കാര്യം ആ ഒരു ആവശ്യത്തിനുള്ള ഒരു മറുപടിയാണ് നേരത്തെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾക്ക്, പാകിസ്ഥാൻ ഇക്കാര്യം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് എടുത്ത നിലപാടുകൾക്ക് മറുപടിയായി ഇക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊരു പുനഃപരിശോധന സാധ്യമാകുന്നത് ഒട്ടും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടി അവർ അയച്ച കത്തിൻ്റെ വിശദാംശങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതം ഇക്കാര്യത്തിൽ, അതായത് നേരത്തെ കാലങ്ങളായി ഭാരതത്തെ മുതിർന്ന നയതന്ത്ര വിദഗ്ധരെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളിൽ ഈ ഒരു നീക്കം അനിവാര്യമെന്ന് കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നടപ്പായ ഒരു പശ്ചാത്തലത്തിൽ 1960 ശേഷം ഈ കരാറുമായി ബന്ധപ്പെട്ട് പല നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടി അത് നിർത്തിവെക്കുന്ന, അത് പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഭാരതം എത്തിയ ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിരിക്കുകയാണ്. അത് അവരുടെ കാർഷിക വൃത്തിയെ കൃത്യമായി ബാധിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 1 കോടിയോളം ജനത ഭക്ഷ്യക്ഷാമത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ 20 ലക്ഷത്തോളം ജനതയുടെ ജീവിതോപാധി, കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും അതുപോലെ തന്നെ അനുബന്ധമായി ജീവിക്കുന്നവരുടെ എല്ലാം തന്നെ ജീവിതോപാധി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ വേൾഡ് ബാങ്കിൻ്റെ, IMFൻ്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ കൃത്യമായി പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വെള്ളം എത്ര കണ്ട് ഈ നടപടി പാകിസ്ഥാൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ ആഘാതങ്ങൾ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പല രീതിയിലും മറുപടിയുമായി പ്രധാനമന്ത്രിയുടെ വാക്കുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില തീവ്ര സ്വഭാവമുള്ള പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ നേതാക്കളെല്ലാം തന്നെ അവിടെ വെള്ളമൊഴുകിയില്ലെങ്കിൽ ചോരയൊഴുകുമെന്ന ഭീഷണി നൽകിയതിന് കൃത്യമായ മറുപടിയാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ ലഭിക്കുകയും ചെയ്തത്. ഇത് രണ്ടും ഒരുമിച്ചൊഴുകുന്ന കാര്യം ആലോചിക്കേണ്ടതില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ കണിശമായ നടപടികളുടെ ഭാഗമായി ഭാരതം മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യം വലിയ രീതിയിൽ ഒരു ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നു. ഭാരതം നടത്തിയ നയതന്ത്ര നീക്കം ഏറ്റവും സുപ്രധാനവും കാര്യക്ഷമവും അതുപോലെ തന്നെ കുറിക്കൊള്ളുന്നതുമാണെന്ന് തെളിയിക്കുന്നതാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഈ കത്ത്. ശരി ഐസൻ, സിന്ധു നദീജല കരാറിൽ പുനർചിന്തനം ആവശ്യപ്പെട്ട ഭാരതത്തിന് പാകിസ്ഥാൻ കത്തയച്ചിരിക്കുന്നു. പാക് ജലവിഭവ സെക്രട്ടറി സെയ്ദ് അലി മിർസ കേന്ദ്ര ജലവിഭവ സെക്രട്ടറി ദേബശ്രീ മുഖർജിക്കാണ് കത്തയച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.